ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഡോണൈറ്റ് ചൂപ്പിഞ്ചറോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ പഠിക്കുന്നത് എങ്ങനെ ഒരു 2x2 റുബിക്സ് ക്യൂബ് ഓട്ടോക മെത്തേഡ് യൂസ് ചെയ്ത് സോൾവ് ചെയ്യാമെന്നാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും എൻ്റെ ഒരു 4x4 ആണ് ഇരിക്കുന്നതെന്ന്. അപ്പം ഇത് നമുക്ക് 2x2 ആയിട്ട് യൂസ് ചെയ്യാം. ലൈക്ക് ദിസ്, ഇതുപോലെ 2x2 ആയിട്ട് ഇത് യൂസ് ചെയ്യാം. ഇപ്പോൾ നിങ്ങളുടെ കയ്യിലൊരു 2x2 ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാവുന്നതായിരിക്കും. ഇപ്പോൾ 4x4 മാത്രമേ ഉള്ളൂ, 2x2 ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം. കടയിലൊക്കെ കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആമസോണിൽ നിന്നൊക്കെ വാങ്ങിക്കാം. ആമസോൺ, ഫ്ലിപ്കാർട്ട് അങ്ങനെ യൂസ് ചെയ്ത് വാങ്ങിക്കാം. അപ്പം ഓട്ടോക മെത്തേഡിലാകെ 3 സ്റ്റെപ്സേ ഉള്ളൂ. ഫസ്റ്റ് വൺ സോൾവിങ് 1 ലെയർ ആണ്, സോൾവിങ് 1 ലെയർ. സെക്കൻഡ് വൺ സോൾവിങ് ദ ഓപ്പോസിറ്റ് ഫേസ്. തേർഡ് വൺ PBL എന്ന് പറഞ്ഞാൽ പെർമ്യൂട്ടേറ്റിംഗ് ബോത്ത് ലെയേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് നേരെ സ്റ്റെപ്പ് 1 ആയ സോൾവിങ് 1 ലെയറിലേക്ക്. അപ്പോൾ ഫ്രണ്ട്സ്, സോൾവിങ് 1 ലെയറിൽ നമ്മൾ സോൾവ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കളർ എടുക്കാം. ഞാനിപ്പം എന്തായാലും വൈറ്റോ യെല്ലോയോ എടുക്കുക. വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ സോൾവ് ചെയ്യാം. ഇതിപ്പം നമുക്ക് അലൈനായിട്ടൊന്നും ചെയ്യേണ്ട. നമ്മൾ 3x3 ചെന്നുള്ള വലിയ C4 മെത്തേഡ് യൂസ് ചെയ്യാം. അങ്ങനെ നമ്മൾ അലൈനായിട്ടാണ് ചെയ്യുന്നത്, കറക്റ്റ് ഓർഡറിലായിട്ടാണ് ചെയ്യുന്നത്. അതുപോലെ ഒന്നും ഇവിടെ ചെയ്യേണ്ട. നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള രീതിയിൽ ഇത് പെട്ടെന്ന് സോൾവ് ചെയ്യണം. സോൾവിങ് 1 ലെയർ എന്ന് പറയുമ്പോൾ നമ്മൾ 1 സെക്കൻഡോ 2 സെക്കൻഡോ എടുക്കാവൂ. അത്രയും നേരത്തിനനുസരിച്ച് നമ്മൾക്ക് സോൾവ് ചെയ്താൽ നമുക്ക് റെക്കോർഡ്സൊക്കെ കിട്ടാൻ ചെയ്യും. എൻ്റെ റെക്കോർഡ് എന്ന് പറയുന്നത് 8 റെക്കോർഡ്സാണ്, 8 സെക്കൻഡ്സ് ആണ്. അപ്പം അതുപോലെ നമ്മൾ ഇത് പെട്ടെന്ന് നമ്മൾ സോൾവ് ചെയ്യണം. ലൈക്ക് നമ്മൾ ജസ്റ്റ് ഞാൻ ഇപ്പോൾ എടുക്കുന്ന വൈറ്റാണ്. ഇതുപോലെ നിങ്ങൾ ജസ്റ്റ് എല്ലാ ബ്ലോക്സും ഒന്ന് നോക്കുക, എവിടേക്കാണ് എല്ലാ പീസസും ഇരിക്കുന്നതെന്ന്. എന്നിട്ട് ഇങ്ങനെ നമ്മൾ ജസ്റ്റ് ടേൺ ചെയ്ത് എല്ലാം പെട്ടെന്ന് അങ്ങ് ഇൻസേർട്ട് ചെയ്യും. ഇപ്പം ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ പെട്ടെന്ന് അങ്ങ് ഇൻസേർട്ട് ചെയ്യുമോ ഗൈസ്. മൊത്തം സോൾവായി. ഇങ്ങനെ സോൾവ് ആക്കി ഇല്ലെങ്കിലും കുഴപ്പം ഇല്ല, ഇങ്ങനെ സോൾവ് ആക്കിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ ഒന്നുകൂടെ നിങ്ങൾക്ക് വേണ്ടി നോർമൽ അങ്ങനെ സോൾവ് ആക്കിയാലും കുഴപ്പമില്ല. അപ്പം അവിടെ നമുക്ക് ആവശ്യം വരുന്നത് ഒറ്റ അൽഗോരിതം എങ്ങാണ്ടുള്ളൂ, PBL. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമ്മൾ സോൾവ് ചെയ്താലും മതി. ഇതുപോലെ ഇത് കുഴപ്പമില്ല. ഒരു ലെയർ സോൾവ് ചെയ്യുക എങ്ങനെ ആയാലും കുഴപ്പമില്ല. നമ്മൾ വൈറ്റൊക്കെ പെട്ടെന്ന് സോൾവ് ചെയ്യണം, വൈറ്റോ അല്ലയോ. അപ്പം നമുക്ക് നേരെ സോൾവിങ് 1 ലെയർ എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് ഇവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ സ്റ്റെപ്പ് 2 ആയ സോൾവിങ് ദ ഓപ്പോസിറ്റ് ഫേസിലേക്ക് പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ സോൾവിങ് ഓപ്പോസിറ്റ് ഫേസിൽ നമുക്ക് നമ്മുടെ OLL പോലെ തന്നെയാണ്. ലൈക്ക് നമ്മൾ യെല്ലോ ആണ് സോൾവ് ചെയ്യുന്നത്, OLL പോലെ തന്നെയാണ്. അപ്പം നമ്മൾ ഇവിടെ 2 ലുക്ക് OLL കേസസൊക്കെ ഉണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 7 കേസസ് ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ആ 7 കേസസും ഉണ്ട് 2 ലുക്ക് OLL കോർണർ സോൾവിങ്ങിലെ. ആ 2 ലുക്ക് കേസസ് ഉണ്ട്. അപ്പം നമുക്ക് ഓരോ കേസസിൻ്റെയും അൽഗോറിതംസൊക്കെ നോക്കാം. അപ്പോൾ നമുക്ക് നേരെ ഫസ്റ്റ് കേസിലേക്ക് പോകാം. ഓക്കെ ഫ്രണ്ട്സ്, നമ്മുടെ ഫസ്റ്റ് കേസിൻ്റെ പേര് ഇൻഡിക്കേറ്റേഴ്സ് എന്നാണ്. ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ 3x3 2 യെല്ലോ കോർണേഴ്സും ഇങ്ങനെ ഇതുപോലെ ലെഫ്റ്റിലും റൈറ്റിലോട്ടും ഫേസ് ഇങ്ങനെ ഇരിക്കും. അപ്പം ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ഹോൾഡ് ചെയ്യേണ്ടത് ഇതുപോലെ ഹോൾഡ് ചെയ്യണം. ഒരു ഇൻഡിക്കേറ്റർ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ വെക്കുക. എന്നിട്ട് ഈ അൽഗോരിതം ചെയ്യാം. RU R' U' R' F R F പ്രൈം. അപ്പം ഇത്രയും ചെയ്താൽ മതി. അപ്പം ഇത് സോൾവ്. അപ്പം നമുക്ക് നേരെ സെക്കൻഡ് കേസിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ സെക്കൻഡ് കേസിൻ്റെ പേര് സിംഗിൾ ഹെഡ്ലൈറ്റ്സ് എന്നാണ്. സിംഗിൾ ഹെഡ്ലൈറ്റ്സിൽ നിങ്ങൾക്കറിയാമല്ലോ, 2 യെല്ലോ കോർണേഴ്സും നമ്മുടെ ഫേസ് ആയിട്ട് ഇതുപോലെ ഇരിക്കും, ഇങ്ങനെയല്ല. അപ്പം ഇത് ഹോൾഡ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഹോൾഡ് ചെയ്യുക. ഹെഡ്ലൈറ്റ്സ് എല്ലാം നമ്മുടെ ലെഫ്റ്റ് സൈഡിലോട്ട് ഹോൾഡ് ചെയ്തിട്ട് ഈ അൽഗോരിതം ചെയ്യുക. F R U R' U' F'. അപ്പം ഇതിലുള്ള നമ്മുടെ അൽഗോരിതം. അപ്പം നമുക്ക് നേരെ തേർഡ് കേസ്. ഫ്രണ്ട്സ്, നമ്മുടെ തേർഡ് കേസിൻ്റെ പേര് കാർ കേസ് എന്നാണ്. അപ്പം നിങ്ങൾക്കറിയാമല്ലോ, കാർ കേസ് 2 ഹെഡ്ലൈറ്റ്സും ഇൻഡിക്കേറ്റേഴ്സും കാണുന്നതാണ്. ഹെഡ്ലൈറ്റ്സും ഇൻഡിക്കേറ്റേഴ്സും ഉള്ളതിനാണ് കാർ കേസ് എന്ന് വിളിക്കുന്നത്. അപ്പം ഹോൾഡ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഇൻഡിക്കേറ്റർ റൈറ്റ് സൈഡിൽ പിടിച്ചിട്ട് ഈ അൽഗോരിതം ചെയ്യാം. R2 R'2 U', R2 U', R'2 and U'2 R. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ അത് സോൾവായി. അപ്പോൾ നമുക്കിനി 4th കേസിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ 4th കേസിൻ്റെ പേര് ട്വിൻ ഹെഡ്ലൈറ്റ്സ് എന്നാണ്. ട്വിൻ ഹെഡ്ലൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ, ഇതുപോലെ ഇങ്ങനെ 2 ഹെഡ്ലൈറ്റ്സ് ഉണ്ട്. അപ്പം അൽഗോരിതം വെരി സിമ്പിളാണ്. ഫസ്റ്റ് ഹോൾഡ് ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു ഹെഡ്ലൈറ്റ് നിങ്ങളുടെ ഫേസിൽ പിടിക്കുക. എന്നിട്ട് ഈ അൽഗോരിതം RU2
ആർ പ്രൈം യു പ്രൈം ആർ യു ആർ ഡാഷ് യു ഡാഷ് ആർ യു പ്രൈം ആർ പ്രൈം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ അൽഗോരിതം കൊണ്ട് ഇത് സോൾവ് ആയി. അപ്പോൾ നമുക്ക് 5th കേസിലേക്ക് പോകാം. ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ 5th കേസ്. 5th കേസിൻ്റെ പേര് സൂൺ കേസ് എന്നാണ്. അപ്പം ഹോൾഡ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോൾവ് ആയിട്ടുള്ള പീസ് നമ്മുടെ ടോപ്പ് ലെഫ്റ്റിൽ വെച്ചിട്ട് ഈ അൽഗോരിതം ചെയ്യുക. എൽ യു പ്രൈം ടു എൽ പ്രൈം യു എൽ യു എൽ പ്രൈം. അപ്പം അൽഗോരിതം വെച്ചിട്ട് സോൾവ് ആയിട്ടുണ്ട്. അപ്പം നമുക്കിനി നേരെ നെക്സ്റ്റ് കേസിലേക്ക്. ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ 6th കേസ്. 6th കേസിൻ്റെ പേര് ആൻറ്റി സോൺ എന്നാണ്. അങ്ങനെ ഹോൾഡ് ചെയ്യേണ്ടത് സോൾവ് ആയിട്ടുള്ള കോർണർ നമ്മുടെ ടോപ്പ് റൈറ്റിൽ പിടിച്ചിട്ട് ഈ അൽഗോരിതം ചെയ്യുക. ആർ യു ടു ആർ പ്രൈം യു പ്രൈം ആർ യു പ്രൈം ആർ പ്രൈം. അപ്പം ആ അൽഗോരിതം വെച്ചിട്ട് സോൾവ് ആയി. അപ്പം നമുക്കിനി ഫൈനൽ കേസിലേക്ക് പോകാം. ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ഫൈനൽ കേസ് സോൾവിങ് ഓപ്പോസിറ്റ് ഫേസസിൽ. ഫൈനൽ കേസ്, ഇതിൻ്റെ പേര് ഡയഗണൽസ് എന്നാണ്. ഹോൾഡ് ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സോൾവ്ഡ് അല്ലാത്ത കോർണർ നമ്മുടെ റൈറ്റ് സൈഡിൽ പിടിച്ചിട്ട് ഈ അൽഗോരിതം ചെയ്യുക. എഫ് പ്രൈം ആർ യു ആർ ഡാഷ് യു ഡാഷ് ആർ ഡാഷ് എഫ് ആർ. അപ്പം ഈ അൽഗോരിതം ചെയ്തപ്പോൾ സോൾവ് ആയി. ഇനി നമുക്ക് നമ്മുടെ സ്റ്റെപ്പ് 3 ആയ PBL പോകാം. PBL എന്ന് പറഞ്ഞാൽ പെർമിറ്റിംഗ് ബോത്ത് ലേയേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് നേരെ സ്റ്റെപ്പ് 3 പോകാം. അപ്പോൾ നമ്മുടെ സ്റ്റെപ്പ് 3 ആയ PBL 5 കേസസ് ആണുള്ളത്. അതിന് വേണ്ടിയുള്ള 5 അൽഗോരിതംസും ഉണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്നത് PLL അല്ല, PBL അൽഗോരിതംസ് ആണ്. PBL എന്ന് പറഞ്ഞാൽ അറിയാലോ, പെർമിറ്റിംഗ് ബോത്ത് ലേയേഴ്സ്. ലേയേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മളിത് ഫുള്ള് സോൾവ് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ 2 into 2 സോൾവ് ആകുന്നു. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കേസിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഫസ്റ്റ് കേസിൻ്റെ പേര് 2 bars എന്നാണ്. ബാർസ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ബാർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടുമുള്ള കറക്റ്റായിട്ടുള്ള പേഴ്സിനെയാണ് പറയുന്നത്. ഇതൊരു ബാറാണ്, ഇതൊരു ബാറാണ്, ഇതൊരു ബാറാണ്, ഇതൊരു ബാറാണ്, ഇതൊരു ബാറാണ്, ഇതും ഒരു ബാറാണ്. അപ്പം അതൊക്കെ ഒരു ബാറാണ്. അപ്പം നമുക്ക് ചെയ്യേണ്ടത്, നമുക്ക് ഈ കേസിൽ വേണ്ടത് വെർട്ടിക്കലായിട്ടുള്ള ബാർസാണ്. ഇതുപോലത്തെ വെർട്ടിക്കലായിട്ടുള്ള ബാർസാണ്. അപ്പം വെർട്ടിക്കലായിട്ടുള്ള 2 ബാർസ് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ കൊണ്ടത് വെക്കുക. 2 പേടെ ഒരുമിച്ച് വെച്ചിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ അൽഗോരിതമാണ്. R2 U പ്രൈം B2 U2. ഈ അൽഗോരിതം നിങ്ങൾ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ആ അൽഗോരിതം ചെയ്താൽ നമുക്ക് സോൾവ് ആയി. പിന്നെ നമ്മൾ ഇതിങ്ങനെ 2 വട്ടത്തോടെ ചെയ്താൽ നമുക്ക് 2 into 2 ഫസ്റ്റ് കേസ് PBL ഫസ്റ്റ് കേസ് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഈ സെക്കൻഡ് കേസിലേക്ക്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ സെക്കൻഡ് കേസിൻ്റെ പേര് 1 bar എന്നാണ്. 1 bar എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ ബാറുണ്ട്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ബാറ് ഇതാണ് ഒരു ബാർ. നമുക്ക് വെർട്ടിക്കലായിട്ടുള്ള ബാർസാണ് വേണ്ടത്, നോട്ട് ഹൊറിസോണ്ടൽ ലൈക്ക് ദിസ്. ഇതുപോലൊരു ബാർ കിട്ടിക്കഴിഞ്ഞാൽ, ഇതിപ്പം ഇതുപോലൊരു ബാർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നേരെ ടോപ്പിൽ ഇപ്പം ഇത് നോക്ക് ഗൈസ്, ഇതിപ്പോൾ താഴെയാണ്. ഇപ്പോൾ വൈറ്റിൻ്റെ സൈഡ് എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ താഴോട്ടാക്കിയതാണ്. അപ്പോൾ ഇത് വൈറ്റിൻ്റെ സൈഡിൽ ഇതുപോലെ ഇവിടെ ആയിരുന്നു ഇരിക്കുന്നതെങ്കിൽ, ഇതിപ്പോൾ വൈറ്റാണ് നിങ്ങൾ കരുതുക. അപ്പോൾ ഇവിടെ ആയിരിക്കുന്നതെങ്കിൽ നിങ്ങൾ നേരെ അതൊന്ന് ജസ്റ്റ് ഒന്ന് ടിൽറ്റ് ചെയ്ത് അത് ടോപ്പിലേക്ക് റൊട്ടേറ്റ് ചെയ്ത് ടോപ്പിലേക്ക് ആക്കുക. ടോപ്പിലേക്ക് ആക്കിയിട്ടേ ചെയ്യാം. നമ്മൾ വൈറ്റിൻ്റെ യെല്ലോടെ നിന്ന് ടോപ്പിലേക്ക് നമ്മുടെ ഒരു ബാറാണ് കിട്ടുന്നതെങ്കിൽ വെർട്ടിക്കൽ ബാറ് നമ്മുടെ ടോപ്പിലേക്ക് ആക്കുക. അപ്പോൾ ടോപ്പിലിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ടോപ്പിലേക്ക് ആക്കണ്ടല്ലോ. അപ്പം എന്നിട്ട് ഈ അൽഗോരിതമാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ തന്നെ ഹോൾഡ് ചെയ്തിട്ട് R U പ്രൈം R F2 R പ്രൈം U R പ്രൈം. അപ്പം ഈ അൽഗോരിതം ചെയ്ത് നമ്മുടെ ക്യൂബ് സോൾവ് ആയി. ഇനി നമുക്ക് നമ്മുടെ തേർഡ് കേസിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇനിയത്തെ കേസ് എന്ന് പറയുന്നത് നമ്മുടെ കേസ് 3ൻ്റെ പേര് നോ ബാർസ് എന്നാണ്. അപ്പോൾ ഒരു ബാറും ഇല്ല, ഹൊറിസോണ്ടലല്ല വെർട്ടിക്കലായിട്ട് ഒരു ബാർസും ഇല്ലെങ്കിൽ ഇതാണ് ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ളൊരു ഈ PBL ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള അൽഗോരിതം ഇതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇതുപോലൊക്കെ ആണെങ്കിലും, ഇതുപോലെ ഹൊറിസോണ്ടലായിട്ടുള്ള ബാർസാണ് മൊത്തമെങ്കിലും നിങ്ങൾ ചെയ്യേണ്ടത്, ഇതിപ്പോൾ ഇങ്ങനെ സ്ക്രാമ്പിളായാലും നോ ബാർസ് ആണെങ്കിൽ നിങ്ങൾ ഹൊറിസോണ്ടൽ ബാർസ് നമ്മളിവിടെ കൂടുന്നതല്ല, വെർട്ടിക്കൽ ബാർസ് ഒന്നും ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫേസ് എടുത്തിട്ട് നിങ്ങൾ ഈ അൽഗോരിതം ചെയ്യാം. R2 F2 R2. അപ്പോൾ ഈ അൽഗോരിതം ചെയ്യുന്നവർ സോൾവ് ആവും. അപ്പോൾ ഏത് ഫേസ് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ നമുക്കിനി 4th കേസിലേക്കും. നമ്മുടെ 4th കേസിൻ്റെ പേര് വൈറ്റ് ഈസ് സോൾവ് എന്നാണ്. വൈറ്റ് സോൾവ് ആയ ഒരു കേസാണ്. ഇത് കണ്ടോ, ഇതുപോലെ വൈറ്റ് ഫുള്ള് സോൾവ് ആണ്. ഇതാണ് ഞാൻ ആദ്യം സോൾവ് ചെയ്തപ്പോൾ പറഞ്ഞത്. ഇതുപോലെ വൈറ്റ് ഇങ്ങനെ നമ്മൾ സോൾവ് എങ്ങനെ ആക്കി വെച്ചാലും ഈ ഒരു അൽഗോരിതം ചിലപ്പോൾ യൂസ് ആവുന്നതായിരിക്കും. അപ്പം നിങ്ങൾ ഇപ്പോൾ ഒരു ബാറും ഉണ്ട് ഇതിൻ്റെ ടോപ്പിൽ,
ഒരു ബാറും ഉണ്ട്, വൈറ്റ് സോൾഡും ആണ്, ഒരു ബാറും ഉണ്ട് ടോപ്പിൽ. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ സോൾഡ് ആയിട്ടുള്ള ഈ ഒരു ബാർ നമ്മുടെ ലെഫ്റ്റിൽ വെച്ചിട്ട്, ഈ അൽഗോരിതത്തിൻ്റെ പേര് TPM എന്നാണ്. അപ്പം ലെഫ്റ്റിൽ വെച്ചിട്ട് ഈ അൽഗോരിതം ചെയ്യും. RU R prime U prime R prime F R2 U prime R prime U prime R U R prime F. ഈ അൽഗോരിതം ചെയ്ത് സോൾവ് ആയി. അപ്പം നമുക്കിനി ഫൈനൽ കേസിലേക്ക്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് ഫൈനൽ കേസ്. ഫൈനൽ കേസിൻ്റെ പേര് ഡൗൺ ലെയർ ഫുൾ സോൾഡ് ആണ്. നമ്മുടെ വൈറ്റ് ലെയർ ഫുൾ സോൾഡ് ആണ്. കഴിഞ്ഞ നമ്മൾ വൈറ്റ് ഈ സോൾഡ് ഓൾസോ ഒരു ബാറും ഉണ്ടായിരുന്നു നമ്മുടെ ഡ്രോപ്പിൽ. നോ ബാറിൽ ഒരു ബാറും ഇല്ല. നമ്മൾ പിന്നെ ഏത് സൈഡ് വേണമെങ്കിലും ഫേസ് ആയിട്ട് എടുക്കാൻ നിങ്ങൾക്ക്. എന്നിട്ട് ഈ അൽഗോരിതത്തിൻ്റെ പേര് YPM അൽഗോരിതം എന്നാണ്. അപ്പം എന്നിട്ട് ഈ അൽഗോരിതം ചെയ്യുക. F R U prime R prime U prime R U R prime F prime R U R dash U dash R dash F R F. ഈ അൽഗോരിതം ചെയ്തതോടെ സോൾവായി. അപ്പം ഇതൊന്ന് സോൾവ് ചെയ്തു. അപ്പം ഇത്രേ ഉള്ളൂ നമ്മുടെ 2x2 ഓർട്ടഗ മെത്തേഡ്. അപ്പം ഫ്രണ്ട്സ്, ഞാൻ വിചാരിക്കുന്നു നിങ്ങൾ എന്നിൽ നിന്ന് 2x2 എങ്ങനെ ഒരു ഓർട്ടഗ മെത്തേഡ് യൂസ് ചെയ്ത് സോൾവ് ചെയ്യാമെന്ന് പഠിച്ചെന്ന്. അപ്പം ഇത്രയുള്ള വീഡിയോസ്. അപ്പം നിങ്ങൾക്ക് ക്യൂബിനോട് താല്പര്യമുള്ള ഫ്രണ്ട്സിന് എൻ്റെ ചാനൽ സജസ്റ്റ് ചെയ്യൂ. അപ്പോൾ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ് യുവർ ഒപ്പീനിയൻസ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.